വളരെ പ്രത്യേകം തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഏവർക്കും ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നസീബാക്കട്ടെ. രോഗബല മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ചെറിയ പെരുന്നാളിന്റെ സന്തോഷ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈദുൽ ഫിത്ർ, ഈദ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ഈ ഭൂമി മണ്ണിലേക്ക് കണക്കില്ലാതെ ചൊരിയുന്ന ഈ ദുനിയാവിലെ ഏറ്റവും മനോഹരമായ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിനേക്കാൾ സുന്ദരമായ ഒരു ദിവസം, സന്തോഷകരമായ ഒരു ദിവസം ഈ ദുനിയാവിലില്ല എന്നാണ്. ആകാശലോകത്തു നിന്ന് അള്ളാഹുവിന്റെ മലക്കുകളുടെ വല്ലാത്ത സാന്നിധ്യം നമ്മൾ ഇരിക്കുന്ന ഈ മസ്ജിദിനുള്ളിൽ പോലുമുണ്ട് എന്നാണ്. അവരുടെ അനുഗ്രഹങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ മുസാഫഹത്തും ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞു തന്ന് വിജയിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾ, ഈ മഹല്ലിലെ മുഴുവൻ സഹോദരീ സഹോദരന്മാർ എല്ലാവർക്കും പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ ഹൃദ്യമായ ആശംസകൾ ഞാൻ ആദ്യം നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. ഒരു മാസത്തെ നോമ്പിലൂടെ, റമദാനിലൂടെ മനസ്സും ശരീരവും പരിശുദ്ധരായവരാണ് നമ്മൾ. നമ്മേക്കാൾ പരിശുദ്ധരായി ഇന്നത്തെ ദിവസം ഈ ദുനിയാവിന്റെ മുകളിൽ ആരുമില്ല എന്നാണ്. നമ്മൾ തന്നെ നമ്മെപ്പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. 12 മാസം, ഈ 12 മാസത്തെ, ഒരു വർഷത്തെ ജീവിതകാലത്തിനിടക്ക് അങ്ങനെ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം വ്രതമനുഷ്ഠിച്ച് നോമ്പ് പിടിച്ച് ഇതുപോലെ നമ്മൾ പരിശുദ്ധരായ ഒരു ദിവസം പെരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഇത്രത്തോളം മനസ്സ് ശുദ്ധമായ, മനസ്സ് തെളിഞ്ഞ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ മറ്റേതാണുള്ളത്? അതുകൊണ്ട് അതിമനോഹരമായ മനസ്സും ശരീരവും ഒക്കെ പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലൗ അദിനല്ലാഹു സമാവാതി വൽ അർദ്, ആകാശങ്ങൾക്കും ഭൂമിക്കും അല്ലാഹു അൻ തതകല്ലമ, സംസാരിക്കാൻ അനുവാദം കൊടുത്തെങ്കിൽ, വർത്തമാനം പറയാനുള്ള കഴിവ് കൊടുത്തെങ്കിൽ അവര് വർത്തമാനം പറഞ്ഞേനെ. എന്തെന്ന് വർത്തമാനം പറഞ്ഞേനെ? അൽ ജന്നത്തു ലിസ്സുവാമി ശഹ്രി റമളാൻ, റമളാനിൽ 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് തന്നെയാണ് പരിശുദ്ധമായ സ്വർഗം എന്നവര് പറഞ്ഞേനെ. ആകാശങ്ങളും ഭൂമിയും പറഞ്ഞേനെ. കാരണം നമ്മുടെ മാറ്റം, നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, ചിന്തകളുടെ, പ്രവർത്തനങ്ങളുടെ മാറ്റം ആകാശഭൂമികൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് അവര് പറഞ്ഞേനെ, ഈ നോമ്പുകാർക്കല്ലാതെ മറ്റാർക്കാണ് സ്വർഗം എന്ന് ആകാശങ്ങളും ഭൂമിയും പറഞ്ഞേനെ. മനസ്സും ശരീരവും പരിശുദ്ധരായ ആളുകൾ, അവരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത്.
സ്വർഗത്തിന്റെ മലായിക്കത്ത് കാവൽക്കാരായ മലക്കുകൾ അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നല്ല മനസ്സിന്റെ, പരിശുദ്ധമായ തെളിഞ്ഞ മനസ്സിന്റെ ആളുകളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസക്കാലം സ്വർഗവാസിയായ ഒരാൾ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം. സാധാരണക്കാരനായ അൻസാരിയായ സഹാബി കടന്നു വന്നു. അവസാനം അതിന്റെ കാരണം, അദ്ദേഹത്തിന്റെ പ്രത്യേകത, ആ മനുഷ്യൻ പറഞ്ഞത് ലാ അജിദു ഫീ നഫ്സി ഗില്ലൻ ലി അഹദിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരോടും എന്റെ മനസ്സിൽ പകയോ വിദ്വേഷമോ ഞാൻ കാത്തു സൂക്ഷിക്കാറില്ല. ആരോടും എനിക്ക് വിരോധമില്ല, ഒന്നും ഞാൻ കാത്തു സൂക്ഷിക്കാറില്ല. വലാ അഹ്സുദുഹു അലാ ഷൈഇൻ അഅതാഹു അല്ലാഹു ഇയ്യാ, അവൻ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ പടച്ചവൻ നൽകിയാൽ അതിന്റെ പേരിൽ എന്റെ മനസ്സിൽ അവനോട് ഒരസൂയയും എനിക്ക് തോന്നാറില്ല. എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ അവൻ അല്ലാഹു നൽകിയാൽ അതിന്റെ പേരിൽ ഞാൻ എന്തിനു വിഷമിക്കണം? ഒരസൂയയും എനിക്ക് ആ മനുഷ്യനോട് തോന്നാറില്ല. അതാണ് എന്റെ പ്രത്യേകത എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യത്തിന് അൻസാരിയായ സാധുവായ സാധാരണക്കാരനായ സ്വർഗവാസി എന്ന് റസൂല് പരിചയപ്പെടുത്തിയ ആ മനുഷ്യൻ മറുപടി കൊടുത്തു എന്നാണ്. തെളിഞ്ഞ മനസ്സാണ്. ഇന്ന് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതും പലർക്കും ഈ പറഞ്ഞ സംഗതിയാണ്. നമ്മിൽ പലർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത് മനസ്സുകൾ സ്വാർത്ഥമായി പോകുകയാണ്. പലരുടെയും കുടുസായി പോകുകയാണ്. കുടുസായ ചിന്താഗതികൾ, വിശാലമായി ചിന്തിക്കാൻ പലർക്കും സാധിക്കണില്ല. ഇന്ന് നമ്മുടെ ചിന്തകൾക്ക് വികാസം പ്രാപിച്ചിട്ടുണ്ട്. തലച്ചോറിന് വല്ലാത്ത വികാസം. ചിന്തകൾ, അതിന് നമ്മുടെ ബുദ്ധിക്ക് വികാസമുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സിന് വികാസമില്ല. മനസ്സ് ചുരുങ്ങി 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 പോകാൻ. മനുഷ്യന്റെ തലച്ചോറിന്റെ ബുദ്ധിയുടെ വികാസം ടെക്നോളജിയിലൂടെ, സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അത് AI ആയി മാറിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന. അതുകൊണ്ടിന്ന് ലോകം മനുഷ്യന്റെ കൈവെള്ളയിലാണ്. ChatGPT എന്നും പറഞ്ഞ് അതിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരാത്ത ഡാറ്റകളില്ല എന്നാണ്. എന്തു വേണമെങ്കിലും ഈ ലോകത്തിന്റെ സർവ്വ വിവരങ്ങളും, ആകാശങ്ങൾക്ക് മുകളിലുള്ളത്, ആഴക്കടലുകൾക്കുള്ളിലുള്ളത് എല്ലാം എന്ന് തുറന്നു വരും. മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന റോബോട്ടുകളെ മനുഷ്യനെന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യണ്ട, മനുഷ്യരെ പോലെ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള റോബോട്ടുകൾ ഇന്ന് മനുഷ്യനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം AI ആണ്. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന മഹാവിപ്ലവം മനുഷ്യനെ, ലോകത്തെ വല്ലാത്ത ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതിയായ ലോകാത്ഭുതമാണ്. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ലോകാത്ഭുതം. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറേ ബഹിരാകാശത്ത് 6 പേർക്ക് താമസിക്കാവുന്ന ഒരു വീട് മനുഷ്യൻ ഒരുക്കിയേക്കാണ്. അതിൻ്റെ അകത്ത് ബാത്റൂം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, ജിമ്മുണ്ട്, എല്ലാ സൗകര്യത്തോടെയും കൂടെ 6 പേർക്ക് താമസിക്കാവുന്ന മനോഹരമായ ഒരു വീടൊരുക്കിയേക്കാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന പേരിൽ. ഇതിങ്ങനെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്പീഡ് എത്രയാണെന്നറിയോ? ഒരു സെക്കൻഡിൽ ഏകദേശം 7.5 കിലോമീറ്റർ, ഒരു സെക്കൻഡിൽ 7.5 കിലോമീറ്റർ സ്പീഡിലാണ് അത് സഞ്ചരിച്ചുകൊണ്ട്. മിനിറ്റും മണിക്കൂറൊന്നുമല്ല, ഒരു സെക്കൻഡിൽ 24 മണിക്കൂർ, ഒരു ദിവസത്തിനുള്ളിൽ 15 പ്രാവശ്യത്തിന് കൂടുതൽ അത് ഭൂമിയെ വലയം ചെയ്യുന്നുണ്ടെന്നാണ്.
മനുഷ്യരുണ്ട് അതിന്റെ 6 പേര്. അവിടെ നിന്നാണ് സുനിത വില്യംസ് മടങ്ങിയതും അതൊക്കെ വല്ലാത്ത വാർത്തയായതും. അവരുടെ യാത്രയും മടക്കവും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് മനുഷ്യനാണ്. ഈ ഉപഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്, അതിനെയൊക്കെ യോജിപ്പിക്കുന്നത്, ഇതിനെയൊക്കെ വേർപെടുത്തുന്നത് ഒക്കെ ഭൂമിയിലിരുന്നിട്ട് മനുഷ്യനാണ്. വല്ലാതെ വളർന്നിട്ടുണ്ട് നമ്മുടെ തലച്ചോറിന്റെ, നമ്മുടെ ബുദ്ധിയുടെ വികാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ മനസ്സിനാണ് കുഴപ്പം. ബഹിരാകാശങ്ങളെ കീഴടക്കുന്ന മനുഷ്യനും അയൽവക്കക്കാരനായിട്ട് ചിലപ്പോൾ മിണ്ടാട്ടുണ്ടാകൂല. ഇതാണ് കുഴപ്പം. ബഹിരാകാശത്തെ ചന്ദ്രനെയും ചൊവ്വയെയും ഒക്കെ കീഴടക്കാൻ അവൻ മിടുക്കനാണ്. അതിനുള്ള ബുദ്ധിയുണ്ട്. തലച്ചോറ് ആ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ മനസ്സ് മരടിച്ചു പോകാൻ തൊട്ടടുത്ത് നിൽക്കുന്നവരോട് മനുഷ്യരായി കണ്ട് പെരുമാറാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. പലർക്കും സ്വന്തമായ താല്പര്യങ്ങൾ, ഞാൻ എന്ന ഭാവം, സ്വാർത്ഥത, ഞാനും എന്റെ കുടുംബവും എന്ന ഭാവം പലപ്പോഴും മനുഷ്യരാകാൻ പലർക്കും സാധിക്കണില്ല എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ മുസ്ലിം ആകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളാണ് യഥാർത്ഥ മനുഷ്യൻ എന്നാണ്. ഒരു യഥാർത്ഥ മുസ്ലിം ആകാൻ നമുക്ക് സാധിച്ചാൽ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചാൽ അതാണ് ഒരു യഥാർത്ഥ മനുഷ്യന്റെ ഒന്നാമത്തെ ലക്ഷണം എന്നാണ്. ഒന്ന് പുഞ്ചിരിക്കാൻ. അതെങ്ങനെ പുഞ്ചിരിക്കണം? നമ്മുടെ മനസ്സിന്റെ സുഗന്ധം അത് പുഞ്ചിരിയായി നമ്മുടെ ചുണ്ടിലൂടെ വെളിയിലേക്ക് വരണം. മനസ്സിന്റെ സുഗന്ധം മനസ്സുകൊണ്ടാണ് പുഞ്ചിരിക്കേണ്ടത്. മനസ്സിന്റെ ദുർഗന്ധം പുഞ്ചിരിയാക്കി വെളിയിലേക്ക് കൊണ്ടുവരാൻ നോക്കിയാൽ അതിന് ചിരിയെന്നോ പുഞ്ചിരിയെന്നോ പറയാൻ പറ്റൂല, അതിന് ഇളീന്നേ പറയാൻ പറ്റുള്ളൂ. പലതും മനസ്സിന്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് അവനെ കാണുമ്പോ നമ്മൾ ചിരിക്കാൻ ശ്രമിച്ചാൽ അത് ചിരിയാകൂല. അതുകൊണ്ടൊരു യഥാർത്ഥ മനുഷ്യനാകാൻ, ഒരു മുസ്ലിമാകാൻ ആദ്യം വേണ്ടത് തന്റെ സഹജീവിയെ കാണുമ്പോ, അയൽവക്കക്കാരനെ കാണുമ്പോ, കൂടപ്പറപ്പിനെ കാണുമ്പോ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മനസ്സ് നിറഞ്ഞൊന്ന് ചിരിക്കാൻ സാധിക്കുക. ഇതാണ് ആദ്യം ഉണ്ടാകേണ്ടത്. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഒന്ന് പുഞ്ചിരിക്കുന്നത് അത് സദഖയാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നിനക്ക് മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ഇബാദത്താണ്. മാ റഅയ്തു അഹദൻ കാന അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സഹാബത്ത് പറയാണ് എല്ലാവരോടും, ചിലതൊക്കെ പുഞ്ചിരിയിൽ ചിരിയിൽ ഒതുക്കണമെന്നാണ്. ചിലതൊക്കെ പുഞ്ചിരിയിൽ ചിരിച്ചു നമ്മൾ തള്ളിക്കളയണം. ഇത് ദുനിയാവാണ്. എല്ലാത്തിനോടും പ്രതികരിക്കേണ്ട സ്ഥലമല്ല ദുനിയാവ്. ചിലതൊക്കെ പുഞ്ചിരിച്ച് ചിരിച്ചൊതുക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ കിടന്ന കരകട്ടിയുള്ള നജ്റാൻ വസ്ത്രം പിടിച്ച്, ഷാള് പിടിച്ച് പിന്നിലേക്ക് അതിശക്തമായി വലിച്ച് റസൂലിനെ വേദനിപ്പിച്ച ഒരു മനുഷ്യൻ. റസൂലിന് വല്ലാത്ത വേദന ഉണ്ടായി. റസൂലിന്റെ കഴുത്ത് ചുവന്ന് തടിച്ചുപോയി എന്നാണ്. വേദനയോടെ റസൂല് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു അഅറാബിയായ കാട്ടറബിയായ മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്താണ് റസൂലിനോട് പറയുന്നത്? യാ മുഹമ്മദ് അഅ്തിനാ മിൻ മാലില്ലാഹില്ലദീ ഇൻദക. നിന്റെ അടുക്കലുള്ള സമ്പത്തിൽ നിന്ന് കുറച്ച് എനിക്ക് തന്നുകൂടെ മുഹമ്മദേ? ചോദ്യതാണ്. നിന്റെ കയ്യിലുള്ള സമ്പത്തിൽ നിന്ന് എനിക്ക് കുറച്ച് തന്നൂടെ മുഹമ്മദേ? റസൂൽ അങ്ങനെയാണ് പ്രതികരിച്ചത്. നമ്മളാണെങ്കിൽ ഒരൊറ്റ അടിക്ക് അവിടെ വീഴ്ത്തും. ഫതബസ്സമ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു. എന്നിട്ട് ആ മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ കൊടുക്കാൻ റസൂൽ സഹാബത്തിന് ചുമതലപ്പെടുത്തി. ചിലതൊക്കെ അങ്ങനെയാണ്.
നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിലതൊക്കെ ചിലരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുമ്പോ ചിരിയിൽ ഒതുക്കേണ്ട വരും. മുസ്ലിം അങ്ങനെയാണ്. എല്ലാത്തിനോടും പ്രതികരിച്ചാലേ ഞാൻ ഒരാണാകൂ എന്ന് വിചാരിക്കരുതെന്നാണ്. മദീന പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു മനുഷ്യൻ സഹാബത്ത് ബഹളമുണ്ടാക്കിയപ്പോ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു, ദഊഹു, അവനെ വിട്, അവനെ വെറുതെ വിട്. മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ കഴുകിക്കോളാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ. ഇങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മള് നിസ്സാരമായി കണ്ടില്ല എന്നും കേട്ടില്ല എന്നും ഒക്കെ നടിക്കേണ്ടി വരും. മനസ്സിന് വിഷമൊക്കെ ഉണ്ടാകും, മനുഷ്യരാണല്ലോ, അതൊക്കെ സ്വാഭാവികമാണ്. മനസ്സിന് സങ്കടമൊക്കെ ഉണ്ടാകും. പക്ഷേ ചില കാര്യങ്ങൾ ഈ ദുന്യാവായതുകൊണ്ട് ചില കാര്യങ്ങളിൽ അങ്ങനെ നമ്മൾ പെരുമാറേണ്ടി വരും. ഞാൻ എന്നൊരു ഭാവം ഉള്ളില് കുത്തി നിറച്ചാൽ ഇതിനൊന്നും നമുക്ക് കഴിയില്ല. ഞാൻ എന്ന ഭാവം എന്ത് ഞാനാണ്? ഈ ഇരിക്കുന്ന ഇരുപ്പിൽ നെഞ്ചിനുള്ളിൽ ഒരു വേദന വന്നാൽ കുഴഞ്ഞവിടെ വീഴാനുള്ളവരാണ് ഞാൻ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മൾ. അതിനപ്പുറം എന്താണ്? ഒരു വേദന വന്നാൽ അവിടെ തീരാണ്. എല്ലാവരും കൂടി ഈ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോ അവിടെ നിന്ന് പറയും 10-15 മിനിറ്റിന് മുമ്പ് തീർന്നിരുന്നു. ഇത്രയുള്ളൂ ഈ ഞാൻ എന്ന് പറയുന്ന നമ്മൾ. ആ ഭാവം എടുത്തു മാറ്റാൻ റസൂൽ പറഞ്ഞു, അൽ ബാദിഉ ബിസ്സലാമി ബരീഉം മിനൽ കിബർ. ആദ്യം ആരാണോ സലാം പറയുന്നത് അവൻ ഞാൻ എന്ന ഭാവന ഇല്ലാത്തവനാണ്, അഹങ്കാരമില്ലാത്തവനാണ്. ആദ്യം ആരാണോ സലാം പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മനസ്സിനെ വേദനിപ്പിക്കുന്ന പലതും അവൻ നമ്മോട് ചെയ്തിട്ടുണ്ടാകും, പറഞ്ഞിട്ടുണ്ടാകും. ആദ്യം ഒന്ന് സലാം പറയുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ മുഅ്മിൻ, ഞാനെന്ന ഭാവമില്ലാത്തവൻ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മനുഷ്യരാകുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അത് നമുക്കിടയിൽ മാത്രമല്ല, ലോകത്തെ ഉത്തമ സൃഷ്ടികളാകുന്ന സഹാബത്തിനിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ എത്ര വലിയ തർക്കങ്ങൾ ഉണ്ടായാലും കണ്ടാൽ സലാം പറയാത്ത, സലാം ചൊല്ലിയാൽ സലാം മടക്കാത്ത, മുഖം തിരിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. കാണുമ്പോ സലാം പറയുന്ന, സലാം ചൊല്ലിയാൽ സലാം മടക്കുന്ന, വിവാഹങ്ങൾക്കും മറ്റു കുടുംബങ്ങളിൽ നടക്കുന്ന ഫംഗ്ഷനുകൾക്കുമൊക്കെ വിളിക്കുന്ന, വരട്ടെ വരാതിരിക്കട്ടെ, ഒന്ന് വിളിച്ചു അതിന് വന്നില്ല അതുകൊണ്ട് രണ്ടാമത്തതിന് വിളിക്കണില്ല എന്നൊന്നും തീരുമാനിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കണ്ടാൽ സലാം പറയുന്ന, ഒന്ന് പുഞ്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയെങ്കിലും മുസ്ലിമിനുണ്ടാകണം. കാരണം ഇത് ദുന്യാവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഖബറിനുള്ളിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ആഖിറത്തിലേക്കാണ്, പടച്ചവന്റെ മുന്നിലേക്കാണ്. ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് പരിശുദ്ധമായ പെരുന്നാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിങ്ങനെ എല്ലാ വർഷവും ആവർത്തിച്ച് ആഘോഷിക്കാനായി നമ്മുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിന് കുടുസ് ബാധിച്ച് ചുരുങ്ങി ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മുരടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ബുദ്ധി വികസിച്ചിട്ടുണ്ട്, നമ്മുടെ തലച്ചോറ് വികസിച്ചിട്ടുണ്ട്, ലോകാത്ഭുതങ്ങൾ നമ്മുടെ ബുദ്ധിയിലൂടെ നമ്മൾ പടച്ചുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാൾ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിന് വികാസം ഉണ്ടാകുക എന്നുള്ളതാണ്. മനസ്സുകൾ അകന്നു പോകാതെ അടുപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പെരുന്നാൾ
അതിനൊരു കാരണമാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടിയാണ് പെരുന്നാൾ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം എന്ന് എന്നോടും വസിയത്ത് നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഒന്നുകൂടി ഈ ചെറിയ പെരുന്നാളിന്റെ ഹൃദ്യമായ ആശംസകൾ, മനം നിറഞ്ഞ സന്തോഷകരമായ ആശംസകൾ നിങ്ങൾ ഓരോരുത്തർക്കും നേരുകയാണ്. ഈ മഹല്ലിലെ മുഴുവൻ വിശ്വാസികൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഈ മഹല്ലിൽ നമ്മോട് ചേർന്ന് കിടക്കുന്ന, നമ്മിൽ ഒരാളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്കും നമ്മുടെ ഈദുൽ ഫിത്തറിന്റെ ഹൃദ്യമായ ആശംസകൾ നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സാലിഹൽ അഅമാൽ. ആമീൻ ബിറഹ്മതിക്.